ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കടുകുമാങ്ങ അച്ചാർ, മാംഗോ പിക്കിൾ. നേരത്തെ ഒരു മാംഗോ പിക്കിളിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു. അതിനകത്ത് ഞാൻ കടുക് വറുത്ത് അതിനകത്ത് പൊടികളൊക്കെ ഇട്ടിട്ട് മാങ്ങ അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന കടുമാങ്ങ അച്ചാറായിരുന്നു. ഇത് ഞാൻ കടുക് ചതച്ചിടും അതിനകത്ത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇതേ മാങ്ങ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കണം. ഓക്കെ, നീളത്തിൽ നിങ്ങൾ അടമാങ്ങയ്ക്ക് അരിയത്തില്ല, അതേപോലെ അരിഞ്ഞ് വെച്ചേക്കാം ഞാനിത്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള പോലെ അരിയാം. ഓക്കെ, സ്ക്വയർ ചെറുതായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുക. 5 മാങ്ങ ഉണ്ടായിരുന്നു. ഓക്കെ, മാങ്ങ ആദ്യം ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ എടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. ഓക്കെ, വെള്ളം ഒട്ടും ഇല്ലാതെ തുടച്ച് ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചേക്കും. 2 കൂടെ എനിക്ക് അരിയണം. അതുകൂടെ അരിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പിലിട്ട് വെക്കുക വെച്ചാൽ ഈ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഞാനൊരു ഭരണിയിലാക്കിയിട്ട് ഒന്ന് എന്താ പറയുന്നത്, ഈ കല്ലുപ്പിട്ട് വെക്കും. കല്ലുപ്പിട്ട് വെക്കും. അപ്പോൾ കല്ലുപ്പിട്ട് വെക്കുക വെച്ചാൽ നമ്മൾ ഈ കല്ലുപ്പിട്ട് വെക്കുമ്പോഴേ എന്താ പറ്റുന്നത് വെച്ചാൽ ഈ മാങ്ങയിലെ വെള്ളം താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഉപ്പിടുമ്പം മാങ്ങയിലുള്ള വെള്ളം താഴോട്ട് ഇറങ്ങി വരും. ഓക്കെ, അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ ഇടാൻ. ഓക്കെ, പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ഇടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഓക്കെ, ഇനി ഇത് 2 കൂടെ ഞാൻ അരിഞ്ഞിട്ട് വരട്ടെ. ഓക്കെ, ഇതിങ്ങനെ മാങ്ങ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ അരിയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉള്ള ഷേപ്പിൽ അരിയുക. ഓക്കെ, അപ്പം ഞാൻ ഈ ഭരണിയാണെങ്കിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഈ വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്തിരിക്കുക. ഓക്കെ, അതേപ്പം മാങ്ങയെല്ലാം ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചു. വേണമെങ്കിൽ നമുക്ക് ഈ മാങ്ങ ഇങ്ങനെ നീക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം, ഞാൻ ഓൾറെഡി വൈപ്പ് ചെയ്തൊക്കെ തുടച്ചെടുത്ത മാങ്ങ ഇതല്ല. ഓക്കെ, ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. ഈ കട്ടിംഗ് ബോർഡിലൊന്ന് നിരത്തിയിടുക. എന്നിട്ട് നമുക്ക് ഈ ഭരണിയിലിട്ട് ഉപ്പൊക്കെ ഇട്ട് വെക്കാം. ഈ മാങ്ങയും കുറച്ച് കല്ലുപ്പില്ല, നമ്മളെടുത്ത് വെച്ചേക്കുന്ന കല്ലുപ്പും കുറച്ച് മാങ്ങ, പിന്നെയും മാങ്ങ കല്ലുപ്പ് അങ്ങനെ എടുത്ത് ഇതിനകത്തോട്ട് നമുക്കിടാം. ഭരണിക്കകത്തോട്ട് ഇടാൻ പോവാം. കുറച്ച് ഉപ്പ്, അതിട്ടിട്ടു. നമുക്ക് ഈ മാങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, 2 പിടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പിടുക. വീണ്ടും കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പിടുക. ഓക്കെ, ഇതെല്ലാം ഇട്ടു. ഓക്കെ, 5 മാങ്ങയുള്ളായിരുന്നു, അതെല്ലാം ഇട്ടു. കുറച്ച് ഉപ്പും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കല്ലുപ്പും മാങ്ങയും കൂടെ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് അടച്ചു വെക്കാം. ഇതിനകത്ത് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് എടുക്കാം. ഓക്കെ, ഇനിയപ്പം നമുക്കൊരു 4 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം ഇതെങ്ങനെയുണ്ട്. ഇത് ഞാൻ ഈ കല്ലുപ്പിട്ട് വെച്ചില്ല, ഇപ്പോൾ ഒരു 3 ദിവസമായിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിരിക്കില്ല. ഞാനത് കുറച്ചെടുത്തിട്ട് നിങ്ങളെ ആ ഉപ്പിൻ്റെ വെള്ളം അതിനകത്ത് വന്നിരിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, കുറച്ച് മാങ്ങ ഇതിനകത്ത് എടുത്തിട്ട് ഞങ്ങളെ ആ വെള്ളം കാണിച്ചു തരാം. ഓക്കെ, ഇത് കൈ കൊണ്ട് തൊടരുത്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, നമ്മൾ അടമാങ്ങ ഉണക്കിയെടുക്കത്തില്ല, അതേപോലെ എനിക്ക്. പക്ഷേ ഇതിനകത്ത് ഉപ്പിൻ്റെ വെള്ളം കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടൂടെ ആ വെള്ളം. ശരിക്കും പറഞ്ഞാൽ ഒട്ടും വെള്ളം ഇതിനകത്ത് ഒഴിച്ചല്ല, നമ്മൾ ആ ഉപ്പിട്ട് വെക്കുമ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം, മാങ്ങയിലുള്ള വെള്ളം താഴ്ത്തിറങ്ങി വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഇതുണ്ട് 4 ടീസ്പൂൺ ഉണ്ട്. ഓക്കെ, 4 ടീസ്പൂൺ കടുക് ഞാനൊന്ന് ഈ കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുക. നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയ്ക്കകത്ത് ഇത് ഈ പൊടികളൊക്കെ ഇട്ടൊന്ന് വറുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള പൊടികൾ എന്ന് വെച്ചാൽ ഇത് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി. ഓക്കെ,
ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാക്കിയിട്ട് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിച്ചിട്ട് ഈ കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കുക ആദ്യം. ഓക്കെ, ഒരു പാൻ വെച്ച് ചൂടായപ്പം ഒരു 1/4 കപ്പ് നല്ലെണ്ണ സെസമി ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒന്ന് വറുത്തെടുക്കാം. അതിനകത്തോട്ട് ഈ കടുക് ചതച്ച് വെച്ചിങ്ങനെ കൂടെ ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ലോ ആക്കി കായപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഇപ്പോൾ ഉലുവപ്പൊടിയും ഇട്ടു. ഇത് രണ്ടും കൂടെ നമുക്ക് ലോ ഫ്ലെയിമില്ല 2-3 മിനിറ്റ് ഒന്ന് വറുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലൊന്ന് അതിനെ വറുത്ത്. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് ഈ കടുക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാം. ഓക്കെ, ഫ്ലെയിം ഓഫ് ചെയ്തു. കടുകിട്ട് ഒന്ന് ഇളക്കുക. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഈ ഇതില്ലേ മുളക് പൊടി എടുത്ത് വെച്ച് മുളക് പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. 2 മിനിറ്റ് ആ ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒന്ന് വറുത്തന്നേ ഉള്ളൂ. മാങ്ങയിട്ടിന് നമുക്ക് ഈ ഇതില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാങ്ങയും കുറച്ച് അതുകൂടി ഇട്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് ഇതിനകത്തോട്ട് മാങ്ങ ഇട്ട് വീണ്ടും ഇതുപോലെ വീണ്ടും അങ്ങനെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് ഈ പൊടിയെല്ലാം ഇട്ടിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കണ്ടുവിടെ ഈ മാങ്ങ ഉണ്ട് നന്നായിട്ട് ഉപ്പ് പിടിച്ചിരിക്കുക കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ടത് മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, കണ്ടോ അതിനകത്ത് നിന്ന് വെള്ളം കണ്ടു. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. വെള്ളം മാങ്ങയ്ക്കകത്ത് നിറങ്ങിയ വെള്ളം. ഓക്കെ, അതും ഉപ്പോടുള്ളത് അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അടിയിലിരുന്ന് ആ ഉപ്പ് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചെടുത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാൻ പോവാം. അങ്ങനെ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഈ കുറച്ച് ഉപ്പ് കല്ലുപ്പ് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ. കൂടെ ഇട്ടിട്ട് അടച്ചു വെക്കാം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കടുക് മാങ്ങ ഞാൻ തുറക്കാൻ പോവാം. ഓക്കെ, ആദ്യം നമ്മൾ 3 ദിവസം ഇത് ഉപ്പിലിട്ട് വെച്ചായിരുന്നില്ലേ, കല്ലുപ്പിട്ട് വെച്ചായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചില്ല അതിനകത്തുനിന്ന് ഉപ്പ് വെള്ളമൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊടിയൊക്കെ ഇട്ട് വെച്ചു. ഇപ്പം 2 ദിവസമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊടി ഇട്ട് വെച്ചിട്ട്. ഇനിയിപ്പം നമുക്കിത് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കടുക് മാങ്ങ റെഡി ആയിട്ടിരിക്കുക. ഇങ്ങനെ നോക്ക്, ഉണ്ടോ നന്നായിട്ട് പിടിച്ചൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കണ്ടിട്ട്. നന്നായിട്ട് പൊടികളൊക്കെ ഉണ്ട്, ഇങ്ങനെ നന്നായിട്ട് പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലൊരു നല്ല അടിപൊളി കടുക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, ടേസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിക്കും. ഓക്കെ, കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. റൈസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് കേർഡ് റൈസാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ആകുമ്പോൾ നല്ല നമുക്ക് കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവും ഈ കടുക് മാങ്ങ അച്ചാറിൻ്റെ. ഓക്കെ, ഓൾറെഡി നമ്മളിത് 2-3 ദിവസം ഉപ്പൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. വായിൽ കപ്പലോടുന്നുണ്ട്. തൈര് സാദത്തിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. നന്നായിട്ടുണ്ട് കേട്ടോ മാംഗോ പിക്കിൾ. അപ്പം നിങ്ങളിതുപോലെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി മാംഗോ പിക്കിളൊക്കെ. ഇവൻ നല്ലെണ്ണയൊക്കെ യൂസ് ചെയ്ത് പൊടികളൊക്കെ ഇതേപോലെ തന്നെ എടുത്തുണ്ടാക്കുക. ഒക്കെ നല്ല അടിപൊളി. ഇതുപോലെ തന്നെ മാങ്ങ അരിയാനും ഒക്കെ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കടുക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.